തൃശ്ശൂർ പൂരത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടത് ആചാരപ്രകാരം പരമ്പരാഗതമായി നൂറ്റാണ്ടുകളായി നടക്കുന്ന പോലെ തന്നെ തുടർന്ന് നടത്താനുള്ള തൃശ്ശൂർക്കാരുടെ ആഗ്രഹം, ദേവസ്വങ്ങളുടെ ആഗ്രഹം, അത് പരസ്യമായി പ്രകടിപ്പിക്കുന്ന, അതിന് തടസ്സങ്ങൾ ഉണ്ടായപ്പോൾ പ്രകടിപ്പിക്കുന്ന അവസരത്തിൽ ഞാനും പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് വരണമെന്ന് ബന്ധപ്പെട്ടവർ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു എപ്പോഴെങ്കിലും വരും. ഇന്ന് പരിപാടികളുടെ ഇടയിൽ ഞാൻ അരമണിക്കൂർ ഒന്ന് എനിക്ക് ഗ്യാപ്പ് തരണമെന്ന് പറഞ്ഞ് ഞാൻ ഓടി വന്നതാണ്. കാരണം തൃശ്ശൂരിനെ തൃശ്ശൂരാക്കുന്നത് തൃശ്ശൂർ പൂരമാണ്. തൃശ്ശൂർ പൂരമില്ലെങ്കിൽ തൃശ്ശൂരില്ല, തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനമാകുകയില്ല. അതുകൊണ്ട് തൃശ്ശൂർ ഐഡന്റിറ്റിയുടെ ഭാഗമാണ് തൃശ്ശൂർ പൂരം. അത് ദേവസ്വങ്ങളുടെയോ ഹൈന്ദവരുടെയോ മാത്രം ഒരു ആഘോഷമല്ല. അത് ആചാരപ്രകാരമുള്ള കുറേ കാര്യങ്ങൾ മതാചാരപ്രകാരമുണ്ട്. അതിനേക്കാൾ അപ്പുറത്ത് തൃശ്ശൂർ പൂരം തൃശ്ശൂർക്കാരുടെ ആഘോഷമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനും വന്നത്. ഏതാനും നാളുകൾക്ക് മുമ്പ് പൂരത്തിന് തടസ്സമുണ്ടായപ്പോൾ അതിൻ്റെ സമരത്തിൻ്റെ മുന്നിൽ ഞാനും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഓർക്കുക, തൃശ്ശൂർ പൂരത്തിൻ്റെ തൃശ്ശൂർ പൂരത്തിന് പൂരമാകണമെങ്കിൽ ആനകളില്ലെങ്കിൽ, ആന എഴുന്നള്ളിപ്പില്ലെങ്കിൽ പൂരമില്ല. വാദ്യമേളങ്ങളില്ലെങ്കിൽ പൂരമില്ല. അതിൻ്റെ ആചാരവിധികൾ അനുഷ്ഠാനങ്ങളില്ലെങ്കിൽ പൂരമില്ല. അതിൻ്റെ കുടമാറ്റമില്ലെങ്കിൽ പൂരമില്ല. നേരത്തെ സുനിൽകുമാർ സൂചിപ്പിച്ച പോലെ വെടിക്കെട്ടില്ലെങ്കിലും പൂരമില്ല. ഇല്ലെങ്കിൽ പൂരമില്ല. അതുകൊണ്ട് തൃശ്ശൂരിനെ തൃശ്ശൂർ പൂരമാക്കുന്ന അതിൻ്റെ ആന എഴുന്നള്ളിപ്പടക്കം, വെടിക്കെട്ടടക്കം, അത് നിയമാനുസൃതം നടത്താൻ, അതിന് ആചാരവിധികൾ നടത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേദിയിലിരിക്കുന്ന, സദസ്സിലിരിക്കുന്ന നിങ്ങളോടൊപ്പം ഞാനും ബന്ധപ്പെട്ട സർക്കാരിനോട്, ബന്ധപ്പെട്ട അധികാരികളോട് ആഹ്വാനം ചെയ്യുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഈ നമ്മുടെ ആവശ്യത്തിൽ, ഞാൻ നിങ്ങളുടെ ആവശ്യം പറയുന്നില്ല, നമ്മുടെ ആവശ്യത്തിൽ തൃശ്ശൂർ പൂരം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പ്രതിസന്ധി ആന എഴുന്നള്ളിപ്പാണ്. അതിൻ്റെ തടസ്സങ്ങൾ നീക്കി അതിനെ ആചാരപ്രകാരം എഴുന്നള്ളിപ്പ് നടത്താനുള്ള നമ്മുടെ അപേക്ഷയുടെ നിങ്ങളോട് ചേർന്ന് ഞാനും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ഈ സമൂഹത്തിൻ്റെ, ക്രൈസ്തവ സമൂഹത്തിൻ്റെ അടക്കം ഞങ്ങളും ഇതിൻ്റെ അപേക്ഷയിൽ പങ്കുചേരുന്നു. മാധ്യമപ്രവർത്തകരെല്ലാവരും ഉണ്ട്. ഇത് തൃശ്ശൂർക്കാരായ നമ്മുടെ എല്ലാവരുടെയും അപേക്ഷയാണ്.